ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ SSLC +2 റിസൾട്ട്സ് ഒക്കെ വന്നിരിക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയാസ് നിറയെ നമ്മുടെ ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ പാരൻസും റിലേറ്റീവ്സും ഒക്കെ അവരുടെ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നത് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് കാണാനിടയായത്. ഫേസ്ബുക്കിലാണ് ഞാൻ ഈ പോസ്റ്റ് കണ്ടത്. ഒരു കുട്ടിയുടെ ഫാദർ SSLC റിസൾട്ട് വന്നപ്പോഴത്തേനും എഴുതിയ ഒരു പോസ്റ്റ് ആയിരുന്നു അത്. അപ്പോൾ ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ അത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പോസ്റ്റ് എന്താണെന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാവേ. ഫുൾ A+ ഒന്നുമില്ല, 2 Aയും ബാക്കി Bയും. ഞാൻ എൻ്റെ മകനെ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കുന്നു. അന്നത്തിൻ്റെ ഓരോഹരി പൂച്ചകൾക്ക് കൊടുക്കുന്നതിന്, ഈ പൊരിവെയിലത്ത് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ കിളികൾക്കും കാക്കകൾക്കും വെള്ളം കൊടുക്കുന്നതിന്, സ്വന്തം വസ്ത്രം അലക്കുകയും കഴിച്ച പാത്രങ്ങൾ കഴുകുകയും സ്വന്തം കിടപ്പിടം തുടക്കുകയും മുറ്റമടയ്ക്കുകയും ചെയ്യുന്നതിന്, ഞാൻ കൊടുക്കുന്ന ചെറിയ പോക്കറ്റ് മണികളിൽ നിന്ന് പോക്കറ്റ് മണി ലഭിക്കാത്ത കൂട്ടുകാർക്ക് ഒരു ഓഹരി കൊടുക്കുന്നതിന്, ഒരു ദിവസത്തെ വീട്ടു ചെലവിന് എത്ര രൂപ വേണമെന്ന് കാര്യമായിട്ട് അറിവുള്ളതിന്, നന്നായി പന്ത് കളിക്കുന്നതിന്, ഈ ഭൂമിയിൽ എൻ്റെ മകനായി പിറന്നതിന് ഞാൻ അവനോട് നന്ദി പറയുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അവൻ്റെ നെറുകയിൽ ഉമ്മ വയ്ക്കുന്നു. ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷണങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ ഹാഷിമേ എന്ന് ഞാൻ അവനോട് ഉറക്കെ പറയുന്നു. അപ്പോൾ ഫുൾ A+ നേടിയ അവൻ്റെ കൂട്ടുകാരെയും മറ്റു കുട്ടികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ, അതിലേറെ അഭിമാനത്തോടെ, മുഹമ്മദ് ഹാഷിമിന്റെ ഉപ്പ അബ്ബാസ്. ഇവിടെ അദ്ദേഹത്തിന്റെ മകനെ വളരെ നല്ലൊരു മനുഷ്യനായിട്ടാണ് വളർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. സോ അദ്ദേഹം മാർക്സിനേക്കാൾ ഉപരിയായിട്ട് ആ കുട്ടിയുടെ ഡെയിലി റൊട്ടീൻസിൽ ആ കുട്ടി ചെയ്യുന്ന കാര്യങ്ങളിലാണ് അദ്ദേഹം അഭിമാനം കൊള്ളുന്നത്. അതായത് പൂച്ചകൾക്ക് ഫുഡ് കൊടുക്കുന്നത്, കിളികൾക്ക് വെള്ളം കൊടുക്കുന്നത്, അതുപോലെ തന്നെ പോക്കറ്റ് മണി മറ്റു കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളിലാണ് ഒരു ഫാദർ എന്ന നിലയിൽ അദ്ദേഹം വളരെ അഭിമാനം കൊള്ളുന്നത്. ആ കുട്ടി എത്രമാത്രം സഹജീവികൾക്കും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ എഴുത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കുട്ടിയെ ഒരു വളരെ നല്ലൊരു മനുഷ്യ സ്നേഹിയായിട്ട്, ഒരു നല്ലൊരു മനുഷ്യനായിട്ടാണ് വളർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എനിക്ക് ഹാഷിമിന്റെ അടുത്താണ് പറയാനുള്ളത്, യു ആർ സോ ലക്കി ടു ഹാവ് എ സച്ച് വണ്ടർഫുൾ ഫാദർ. സോ കാരണം ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികളെക്കാളും കൂടുതലായിട്ട് പാരന്റ്സിന്റെ ഇടയിലാണ് കോമ്പറ്റീഷൻസ് ഉള്ളത്. ഒരു മാർക്ക് കുറഞ്ഞാൽ പോലും കുട്ടികളെ വളരെ അധികം മെന്റലിയും ഫിസിക്കലിയും ഒക്കെ ഹരാസ് ചെയ്യുന്ന ഒരുപാട് പാരന്റ്സ് ഉള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിജയത്തിലും നേട്ടത്തിലും മാത്രമല്ല, പരാജയത്തിലും നഷ്ടത്തിലും നമ്മൾ നമ്മുടെ കുട്ടികളുടെ കൂടെ ഉണ്ടാവും, അവരെ നമ്മൾ ചേർത്ത് നിർത്തും എന്നുള്ളൊരു മെസ്സേജാണ് ഓരോ പാരൻസും നമ്മുടെ കുട്ടികൾക്കായിട്ട് പകർന്നു നൽകേണ്ടത്. ഓഫ് കോഴ്സ് നമ്മുടെ കുട്ടികൾ പഠിക്കണം, പരീക്ഷയിൽ പാസ്സാവണം, അതോടൊപ്പം തന്നെ പരാജയത്തെ നേരിടാനുള്ള ഒരു കരുത്തും ഉണ്ടാവണം. നമ്മുടെ ലൈഫിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാം. സോ ഒരുപാട് ചലഞ്ചസ് നമ്മുടെ ലൈഫിലേക്ക് വരാം. പരീക്ഷയിൽ തോറ്റത് കൊണ്ടോ അല്ലെങ്കിൽ മാർക്സ് കുറഞ്ഞത് കൊണ്ടോ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് വരുന്ന ചലഞ്ചസിനെ നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റീസായി കണ്ടുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കണം. സോ വിജയത്തിൽ സന്തോഷിക്കുന്നത് പോലെ പരാജയത്തിൽ സമാധാനിക്കാനും നമ്മുടെ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.